കൈറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യഘട്ട സമരത്തെ തുടർന്ന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികൾ സഹിച്ചു കഴിയേണ്ട അവസ്ഥയിലാണിവർ. ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചാൽ ഇവൻ മെയിൽ നഴ്സസ് ആണ് ഒരുപാട് ഈ സമര മുഖത്തേക്ക് ഫീമെയിൽ നഴ്സസിനെ എത്തിക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവൻ ഒരു ഹോസ്പിറ്റലിലേക്കും മെയിൽ നഴ്സസിനെ എടുക്കുകയോ അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഓപ്പണിംഗ് കൊടുക്കുകയോ ചെയ്യുന്നില്ല. പുരുഷ നേഴ്സുമാരെ ആശുപത്രികളിൽ നിന്നും പടിയടച്ച് പിണ്ടം വയ്ക്കുകയാണ്. പലരും മറ്റ് ജോലികൾ തേടിപ്പോയി. വിരലിലെണ്ണാവുന്ന പുരുഷ നേഴ്സുമാർ മാത്രമേ ഇന്ന് ഇവിടെ ഈ ജോലി ചെയ്യുന്നുള്ളൂ. സമരത്തിന് നേതൃത്വം നൽകിയവരും മുൻനിരയിൽ നിന്നവരുമായ ഒരു നേഴ്സ് പോലും ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. പ്രതികാര നടപടികളുമായി മാനേജ്മെന്റ് ഒരു വശത്ത്, മറുഭാഗത്ത് ലോൺ അടച്ചു തീർക്കാൻ നിരന്തരം ആവശ്യപ്പെടുന്ന ബാങ്ക് മാനേജർമാർ. നഴ്സുമാരുടെ പരിഭവങ്ങൾ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇപ്പം ലോണിനെ സംബന്ധിച്ചോളം ഒരുപാട് ഇവൻ 90% നഴ്സസും ലോൺ എടുത്ത് തന്നെയാണ് നഴ്സിംഗ് പഠിച്ചു വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരത് തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു പ്രസൻ്റ്ലി ഒരു ലിവിങ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 12,000 കിട്ടുന്ന ഒരാൾക്ക് അവരവരുടെ ഹോസ്റ്റൽ ഫീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതെല്ലാം കട്ട് ഇവൻ PH നഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് മിനിമം ഒരു 2,000 രൂപ പോലും അടച്ചാൽ പോലും അതൊരു അവരുടെ ഒരു ബേസ് പേയ്മെൻറ്റിലേക്ക് പോലും എത്തപ്പെടുന്നില്ല. ബോണ്ട് നിർത്തലാക്കൽ, ഷിഫ്റ്റ് സംവിധാനം ആരംഭിക്കൽ, നേരിയ തോതിൽ ശമ്പള വർധന, ഇത്രമാത്രമാണ് നേഴ്സ് സമരം കൊണ്ട് മുംബൈയിലെ മാലാഖമാർക്ക് ലഭിച്ച പ്രയോജനങ്ങൾ. എന്നാൽ ബോണ്ടിന് പകരം 3 മാസം വരെയുള്ള ശമ്പളം ആശുപത്രി അധികൃതർ പിടിച്ചുവെക്കുന്നു. 2 കൊല്ലം ജോലി ചെയ്താൽ മാത്രമേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നുള്ളൂ. താമസ സ്ഥലത്തേക്കുള്ള അകലം കൂട്ടി ബുദ്ധിമുട്ടിക്കുക തുടങ്ങിയ പുതിയ നടപടികൾ സഹിക്കേണ്ട അവസ്ഥയിലുമാണ്. നഴ്സസിനെ സംബന്ധിച്ചോളം 7 മണിയുടെ ഷിഫ്റ്റിന് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിന് അടുത്ത അക്കോമഡേഷൻ അല്ല ഈ കോർപ്പറേറ്റ് സെറ്റപ്പ് ഒരു ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് മിനിമം ഒരു 1.5-2 മണിക്കൂർ അവർക്ക് യാത്ര ചെയ്ത് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. 7 മണിക്ക് ഡ്യൂട്ടിക്ക് വരണമെങ്കിൽ മിനിമം അവർ ബസ് എടുക്കുന്നത്. സമരം ചെയ്തവരെ തെരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പേഴ്സണലി വളരെയേറെ ബുദ്ധിമുട്ടാണ് ഈ സംഘടന നയിച്ചു എന്നുള്ളതിൻ്റെ പേരിലുണ്ടായിരിക്കുന്നത്. എൻ്റെ വൈഫ് നഴ്സാണ്. അപ്പം ബോംബെയിലെ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെന്നു. അത് എൻ്റെ വൈഫ് എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് തന്നെ അത് അവർ പുള്ളിക്കാരിനെ അല്ലെങ്കിൽ എടുക്കണ്ട എന്നൊരു തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തു. ക്ലിനിക്കുകൾ മുതൽ ഹൈടെക് സംവിധാനങ്ങളുള്ള ആശുപത്രികളിലായി 1,00,000 നഴ്സുമാരാണ് മഹാരാഷ്ട്രയിൽ ജോലി നോക്കുന്നത്. ഇതിൽ ഇന്നും 5,000 രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ട്. 4 വർഷം മുമ്പ് ഏഷ്യാറ്റിക് ഹോസ്പിറ്റലിൽ നടന്ന സമരത്തിൽ കേരളീയ കേന്ദ്ര സംഘടന വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്നു. അതിനുശേഷവും ചില ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട്, ശമ്പളം കിട്ടുന്നില്ല, പലതരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നഴ്സുമാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അത് വളരെ രൂക്ഷമായ ഒരന്തരീക്ഷമാണ് സത്യത്തിൽ. നിരവധി കേസുകളാണ് മാസം തോറും ഇവർക്ക് മുമ്പിലെത്തുന്നത്. എന്നാൽ സമരം ചെയ്യാൻ പാടില്ലെന്ന അലിഖിത നിയമവും മാനേജ്മെൻറ്റിൻ്റെ പ്രതികാര നടപടികളിൽ ഭയമുള്ളതുമൂലവും നേഴ്സുമാരെ പ്രതിഷേധ രംഗങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു. സംഘടനയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് സഹകരിച്ചെങ്കിൽ മാത്രമേ പല സംഘടനകൾക്കും ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തുള്ളൂ. നേഴ്സ് കുട്ടികൾ ഇപ്പോഴും പുറത്ത് പറയാൻ അവർക്ക് മടിയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ആരെങ്കിലും മുൻഗണന എടുത്തു കഴിഞ്ഞാൽ ആ നേഴ്സ് കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ചാൽ വ്യക്തമായി പറയാറില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോലിക്ക് ബാധിക്കുന്നത് കൊണ്ട്. ബ്രിട്ടീഷുകാർ കൈവിട്ടുപോയ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിൽ മാനേജ്മെന്റുകളും പൂർണ്ണമായി വിജയം കണ്ടു.
നഴ്സിംഗ് സംഘടനയെ സംബന്ധിച്ചോളം ഈ നഴ്സിംഗ് തലപ്പത്തിരിക്കുന്ന പോലെ നഴ്സസ് തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ശാപം നഴ്സിംഗ് സംഘടനയുടെ അല്ലെങ്കിൽ നഴ്സുമാരുടെ ശാപം എന്ന് പറയുന്നത്. നമ്മുടെ നഴ്സിംഗിനെ സംബന്ധിച്ചോളം പല നഴ്സസിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നഴ്സുമാർ തന്നെയാണ്. എക്സ്പീരിയൻസ് ലെറ്റർ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ റെഫറൻസ് ലെറ്റർ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്. നേഴ്സുമാർക്ക് സംഘടിക്കാനോ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനോ ഇവർക്ക് സാധ്യമാകാത്ത വിധം ജോലി സമയങ്ങൾ ക്രമീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമരത്തിനായി ആരംഭിച്ച ഇന്ത്യൻ നേഴ്സിംഗ് അസോസിയേഷൻ്റെ മുംബൈ യൂണിറ്റ് പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുംബൈയിൽ നേഴ്സുമാരെ ചൂഷണം ചെയ്യുന്ന നിരവധി സംഭവങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ടെന്ന് കേരളീയ കേന്ദ്ര സംഘടനാ ഭാരവാഹികളും പറയുന്നു. സർക്കാർ തലത്തിൽ ഇതിനൊരു നിയമനിർമ്മാണം നടത്തുക എന്നത് മാത്രമേ പോകാൻ വഴിയുള്ളൂ. അതായത് ഹോസ്പിറ്റലുകൾ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യുക, അവിടെയുള്ള സ്റ്റാഫിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാവുക, മിനിമം സാലറി നിർബന്ധമാക്കുക, ഇതൊക്കെ സർക്കാർ തലത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. മുംബൈയിലെ നേഴ്സിംഗ് സമരം നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇടപെട്ടതോടെ പാതിവഴിയിൽ അവസാനിപ്പിച്ചതിനാലാണ് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകാൻ കഴിയാത്തതെന്ന് സാമൂഹിക പ്രവർത്തകനും പൻവേൽ കേരള കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റും നേഴ്സുമാരുടെ പ്രശ്നത്തിൽ ആദ്യം മുതൽ ഇടപെട്ടയാളുമായ മനോജ് കുമാർ പറയുന്നു. അതിനെ നിരുത്സാഹപ്പെടുത്തിയത് നാട്ടിൽ നിന്ന് വന്ന എംപിമാരും മറ്റുള്ള രാഷ്ട്രീയക്കാരുമാണ് അത് നിരുത്സാഹപ്പെടുത്തിയത്. ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥയിൽ വരുമ്പോൾ നേഴ്സുമാരോട് കുതിര കയറുന്നവരും പുകഴ്ത്തുന്നവരും അവരുടെ ദുഃഖങ്ങളും അറിയണം. ദേശീയ തലത്തിൽ വരെ ശ്രദ്ധയാകർഷിച്ച സമരം മറുനാട്ടിലെ നേഴ്സുമാരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അന്ന് സമരത്തിന് അനുഭാവം പ്രകടിപ്പിക്കുവാനും സമിതി അംഗമായും എത്തിയവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. മെട്രോ റെയിലിലെ ജോലിക്കായി ഭിന്നലിംഗക്കാരെ നിയമിച്ച് കയ്യടി വാങ്ങിച്ച സർക്കാർ മറുനാട്ടിലെ നേഴ്സുമാരെ വീണ്ടും ആത്മഹത്യകളിലേക്ക് തള്ളിയിടുകയില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അധികാരികൾക്ക് വേണമെങ്കിൽ ഈ പ്രശ്നത്തിൽ ഇടപെടാതെ മുഖം തിരിക്കാം, പുതിയ ബീന ബേബിമാർ ജനിക്കുന്നതുവരെ. കേരള കൈറ്റ്സിൽ ഇനിയൊരിടവേള. മുംബൈയിലെ അറിയപ്പെടുന്ന ഗായകനായ മധു നമ്പ്യാരാണ് എന്നെ ആദ്യമായിട്ട് സ്റ്റേജ് ഷോകളിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനമേള ട്രൂപ്പുകളുടെ അവതാരകനായും ഇടവേളകളിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടുമാണ് ആ രംഗത്ത് വന്നത്.